അധിനിവേശ കശ്മീർ ഇന്ത്യയിൽ നിന്നൊരിക്കലും പുറത്തുപോയിട്ടില്ല എന്നും ആളുകൾ അത് മറക്കുകയാണെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഒഡീഷയിലെ കട്ടക്കിൽ നടന്ന ഒരു പരിപാടിക്കിടെ പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ച് ഇന്ത്യയുടെ പദ്ധതികളെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ വർഷങ്ങളിൽ പ്രദേശം ഒഴിയുവാൻ ഇന്ത്യ പാകിസ്ഥാനോട് പറഞ്ഞിട്ടില്ല എന്നും അതിനാലാണ് കാര്യങ്ങൾ ഇപ്പോൾ ഈ അവസ്ഥയിലായത് എന്നും അദ്ദേഹം പറഞ്ഞു. പാക് അധിനിവേശ കശ്മീരിന്റെ വിഷയം ജനങ്ങൾ മറന്നുവെന്നും അത് വീണ്ടും ജനങ്ങളുടെ ബോധത്തിലേക്ക് കൊണ്ടുവന്നതായും വിദേശകാര്യമന്ത്രി പറഞ്ഞു. POK പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഞായറാഴ്ച പറഞ്ഞത്. കാരണം അതിലെ ജനങ്ങൾ സ്വന്തം നിലയിൽ ഇന്ത്യയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നു. വാർത്താ ഏജൻസിയായ PTIക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സിംഗ് പറഞ്ഞു, ഇന്ത്യക്ക് ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് ഞാൻ കരുതുന്നു. ജമ്മു കാശ്മീരിലെ സ്ഥിതിഗതികൾ മാറിയ രീതിയും പ്രദേശം സാമ്പത്തിക പുരോഗതിക്ക് സാക്ഷ്യം വഹിക്കുന്ന രീതിയും അവിടെ സമാധാനം തിരിച്ചെത്തിയ രീതിയും അവർ ഇന്ത്യയുമായി ലയിക്കണമെന്ന പാക് അധിനിവേശ കശ്മീരിലെ ആളുകളിൽ നിന്ന് ആവശ്യങ്ങൾ ഉയർന്നു വരുമെന്നും ഞാൻ കരുതുന്നു. ജമ്മു കാശ്മീരിലെ സ്ഥിതിഗതികൾ കാര്യമായ പുരോഗതി ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മു കാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 വളരെ കാലം മുമ്പ് റദ്ദാക്കേണ്ടതായിരുന്നുവെന്നും എസ് ജയശങ്കർ ഞായറാഴ്ച പറഞ്ഞു. ഇതൊരു പ്രശ്നമായിരുന്നു. കാരണം ആർട്ടിക്കിൾ 370 തുടരുന്നിടത്തോളം കാലം ജമ്മു കാശ്മീരിൽ വിഘടനവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും വികാരം ചിലപ്പോൾ അക്രമത്തിന് പിന്തുണ നൽകുമെന്ന് പോലും പറയുമെന്നും അദ്ദേഹം പറഞ്ഞു. ആർട്ടിക്കിൾ 370 ഭരണഘടനയിലെ താൽക്കാലിക വ്യവസ്ഥയാണെന്നും അത് നീക്കം ചെയ്യണമെന്നും ജയശങ്കർ പറഞ്ഞു. ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരിൽ തുടരുന്നത് ചിലർക്ക് നിക്ഷിപ്ത താല്പര്യമുള്ളതിനാലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ.